നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ തകർത്താടിക്കൊണ്ടിരിക്കുന്ന സർവൈവൽ സിനിമയാണ് മഞ്ഞമ്മൽ ബോയ്സ്. കമൽഹാസൻ ഉൾപ്പെടെ നിരവധി താരങ്ങളും സംവിധായകരും സിനിമയെയും ഡയറക്ടറെയും പ്രശംസിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു. എന്നാൽ മഞ്ഞമ്മൽ ബോയ്സ് എന്ന സിനിമയെ പരസ്യമായി വിമർശിച്ചിരിക്കുകയാണ് യുവനടി മേഘ്ന. നടിയുടെ ഈ പ്രതികരണത്തിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. മേഘനയുടെ അരിമാപ്പെട്ടി ശക്തിവേൽ എന്ന തമിഴ് ചലച്ചിത്രം റിലീസിനെത്തിയപ്പോഴായിരുന്നു സംഭവം നടക്കുന്നത്. സിനിമ കണ്ട ശേഷം തിയേറ്റർ വിട്ടിറങ്ങിയപ്പോഴായിരുന്നു മേഘനയുടെ പ്രതികരണം. താനൊരു മലയാളിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ സംസാരിച്ചു തുടങ്ങുന്നത്. കേരളത്തിൽ മഞ്ഞമ്മൽ ബോയ്സ് ഇത്ര ചർച്ചയാകുന്നില്ല എന്നും തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ ആഘോഷിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുമായിരുന്നു നടിയുടെ അഭിപ്രായം. നിങ്ങൾ പറയുന്ന ആ ചെറിയ സിനിമ മഞ്ഞമ്മൽ ബോയ്സ് അല്ലേ? തുറന്നു പറയാം, ഞാനൊരു മലയാളിയാണ്. കേരളത്തിൽ മഞ്ഞമ്മൽ ബോയ്സിന് ഇത്രത്തോളം പ്രതികരണമൊന്നുമില്ല. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഈ സിനിമ ആഘോഷിക്കുന്നതെന്ന് മനസ്സിലാകുന്നുമില്ല. വ്യത്യസ്തമായി എന്തെങ്കിലും കൊടുത്തോ എന്നും അറിയില്ല. ഞാൻ സിനിമ കണ്ട ആളാണ്, പക്ഷേ ഈ പറയുന്ന രീതിയിൽ തൃപ്തികരമല്ല അത്. അങ്ങനെയൊന്നും കിട്ടിയതുമില്ല. ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരാളുടെ ഹൈപ്പ് കൊടുത്താൽ വരുന്നവരെല്ലാം സിനിമയെ വെറുതെ പ്രശംസിക്കുകയാണ്. ഇത്രത്തോളം ഹൈപ്പ് കൊടുക്കുവാൻ അതിൽ എന്താണുള്ളതെന്നും മനസ്സിലാകുന്നില്ല. മഞ്ഞമ്മൽ ബോയ്സ് പോലുള്ള ചെറിയ സിനിമകൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം തങ്ങളുടെ സിനിമയ്ക്കും നൽകണം. ഇവിടെ മലയാള സിനിമകൾ വലിയ ആഘോഷമാക്കുന്നത് പോലെ കേരളത്തിൽ ആരും തമിഴ് പടങ്ങൾ ആഘോഷമാക്കുന്നില്ല. ചെറിയ സിനിമകൾ അവിടെ വരുന്നതും പോകുന്നതും അറിയുന്നത് പോലുമില്ല. കേരളത്തിൽ ആകെ ഹിറ്റാകുന്നത് വിജയ് സിനിമകൾ മാത്രമാണ്. മറ്റൊരു തമിഴ് സിനിമയും അവിടെ കാണാൻ പോലും കിട്ടാറില്ല. എനിക്ക് തന്നെ തമിഴ് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും കോയമ്പത്തൂർ വന്നാലാകും കാണാനാവുക. അവർ തമിഴ് സിനിമകളെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. പിന്നെ എന്തിനാണ് ഇവിടെ ഇവർ മലയാള സിനിമകളെ ഇത്ര പ്രോത്സാഹിപ്പിക്കുന്നതെന്നും എനിക്ക് അറിയില്ല. ഇതായിരുന്നു മേഘനയുടെ വാക്കുകൾ. അരിമാപ്പെട്ടി ശക്തിവേലിന്റെ സംവിധായകനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ മേഘനയുടെ പ്രതികരണത്തെ തിരുത്തി അപ്പോൾ തന്നെ സംവിധായകൻ രംഗത്തേക്ക് വന്നു. മഞ്ഞമ്മൽ ബോയ്സിൽ ഇമോഷൻസ് കണക്റ്റഡ് ആകുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ മലയാളികളും നടിക്കെതിരെ രംഗത്തേക്കെത്തി. സംവിധായകന് കാര്യം മനസ്സിലായെന്നും ഇതുപോലെ മണ്ടത്തരം പറയുന്ന നടിമാരെ സിനിമയിൽ നിന്നും പുറത്താക്കണമെന്നൊക്കെയാണ് ട്രോളുകൾ. തുടർന്ന് ഈ നടി ആരെന്ന് കണ്ടെത്തുകയായിരുന്നു വിമർശകരുടെ ലക്ഷ്യം. തമിഴിൽ ലോ ബജറ്റ് സിനിമകളിലൂടെ ശ്രദ്ധേയരാണ് മേഘ്ന. 2017 റിലീസ് ചെയ്ത ഉരുതിക്കോൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മേഘ്ന വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. ബൈരി, IPC 376 തുടങ്ങിയ സിനിമകളിലും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. അതേസമയം തമിഴ്നാട്ടിൽ 25 കോടി കളക്ഷൻ മറികടന്ന മഞ്ഞമ്മൽ ബോയ്സ് മുന്നേറുകയാണ്. കൊടൈക്കനാലിന്റെയും ഗുണ കേവിന്റെയും ഒക്കെ അതിർത്തി വിട്ട് ഇന്ന് തമിഴ്നാടിനെ മുഴുവൻ ചുറ്റിക്കറങ്ങുകയാണ് മഞ്ഞമ്മൽ ബോയ്സ്. കൈവിടാതെ കൈ ചേർത്ത് പിടിച്ചവർ ഈ ബോയ്സിനെ രാജകീയമായി ആഘോഷിക്കുകയാണ്. 11 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും മാത്രം ചിത്രം വാരിയത് 15 കോടി രൂപയായിരുന്നു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് റെക്കോർഡ് തന്നെ. കമൽഹാസനെയും കൺമണി, അൻപോട് കാതൽ എന്ന പാട്ടിനെയും ഒക്കെ പ്രാണവായുവെ ചേർത്ത് പിടിക്കുന്ന തമിഴ് മക്കൾ മലയാള സിനിമ വേറെ ലെവൽ അണ്ണ എന്ന് ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. തമിഴ് സിനിമയുടെ ബോക്സ് ഓഫീസിൽ ഇടിമുഴക്കമുണ്ടാക്കി കാശ് വാരുന്നതിൽ പുതുചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സൗഹൃദ ചിത്രം. രസകരമായ ചില കഥകളും പുറത്തു വരുന്നുണ്ട്. കൊടൈക്കനാലിൽ നിന്നും ഗുണ കേവ് കാണാനെത്തുന്ന സഞ്ചാരികളുടെയും എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സമീപകാലത്തൊന്നും ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാത്ത സ്വീകാര്യതയായിരുന്നു തമിഴ്നാട്ടിൽ മഞ്ഞമ്മൽ ബോയ്സിന് ലഭിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ മാത്രം റിലീസ് ചെയ്ത ചിത്രം ഇന്ന് കൂടുതൽ തിയേറ്ററുകളിലേക്കും എത്തിക്കഴിഞ്ഞു. ഗുണ കേവും തമിഴ്നാട് പശ്ചാത്തലവും ഒക്കെ സിനിമയിൽ എത്തിയതോടെ സാധാരണക്കാരും തിയേറ്ററിലേക്ക് ഒഴുകിയെത്തി. ബുക്ക് മൈ ഷോയിൽ നിമിഷങ്ങൾക്കുള്ളിലാണ് ടിക്കറ്റുകൾ വിറ്റുപോകുന്നത്. കമൽ സാറിനുള്ള മലയാളത്തിന്റെ ആദരവെന്നും ഒരു മലയാള സിനിമയ്ക്ക് തമിഴ് സിനിമ കാരണമാകുന്നത് തമിഴ് സിനിമയ്ക്ക് തന്നെയുള്ള ആദരവാണെന്നും പലരും വിധി പറഞ്ഞു. എന്തായാലും കണ്ണും മനസ്സും നിറഞ്ഞ് കയ്യടികളോടെയായിരുന്നു സിനിമ കഴിഞ്ഞ് ഓരോ പ്രേക്ഷകരും തിയേറ്റർ വിട്ടിറങ്ങുന്നത്.